ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ മുന്നിലായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് ഗാനമേളയും അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മളുടെയും ആ പഠന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് മുന്നിലേക്ക് ഉയർന്ന് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രവേശനോത്സവം ഇപ്പൊ ഏകദേശം 90 കുട്ടികളുടെ അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ഒരു അധ്യയന വർഷം വരുമ്പോൾ 100 എന്നുള്ള ഒരു മാജിക് സംഖ്യയായിട്ടാണ് ഈ സ്കൂളിനെ കാണുന്നത്. കാരണം 100 എത്തിയാലാണ് എല്ലാ ആനുകൂല്യങ്ങളും തരൂ എന്നാണ് ഇവിടെ വരുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമം നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ അടുത്തുള്ള ഇനിയും ചേരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രവേശനോത്സവം തുടങ്ങിച്ചാലും LKG UKGയിലൊക്കെ വിടേണ്ട ആൾക്കാരെ വിട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പെരുമിടിയൂർ ഒരു കാർഷിക ഗ്രാമത്തിൽ ഈ അക്ഷരമുറ്റത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്നേഹ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രവേശനോത്സവ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ കബീർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മിഠായി കുറച്ച് വരുമ്പോ കുറെ ആളുകൾ ചെണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തിനായിരിക്കും ചെണ്ടൊക്കെ പോണം? നേർച്ചയ്ക്കായിരിക്കും. എന്തോ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെണ്ട ഒട്ടുപോട്ടെ. പക്ഷെ ടീച്ചർ കണ്ടപ്പോ അവിടെ വേറെ കുറെ ഏട്ടന്മാരുണ്ട്. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഏട്ടന്മാർ. അവർക്കൊക്കെ ക്ലാസ് ഇല്ല, അറിയോ? 10ാം ക്ലാസ് കഴിഞ്ഞ ഏട്ടന്മാർക്ക് ക്ലാസ്സില്ല. അപ്പൊ ആ ചെണ്ടക്കാരോട് ആ ഏട്ടന്മാർ എന്തോ ചോദിച്ചു. ചെണ്ടക്കാര് തിരിച്ചും മറുപടി പറയുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് കേട്ടോക്കാം എന്താ ചോദിച്ച്, എന്താ മറുപടി പറഞ്ഞത്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ചെണ്ടക്കാരൻ നീലാണ്ട, എല്ലാവരും പാടണം. ചെണ്ടയുമായി തെങ്ങോട്ട. ഇങ്ങനെ ചോദിച്ചാൽ നീലാണ്ടെന്നൊന്നും പറയില്ല. ചെണ്ടക്കാരൻ നീലാണ്ട, ചെണ്ടയുമായി തെങ്ങോട്ട. പോരാട്ടോ, നീല
ചെണ്ടയുമായി തെങ്ങോട്ട സ്കൂളിൽ പൂരം പിള്ളാരെ ചെണ്ടയടിക്കാൻ പോകുന്നു സ്കൂളിൽ പൂരം പിള്ളാരെ ചെണ്ടയടിക്കാൻ പോകുന്നു ചെണ്ടയടിക്കൂ നീലാണ്ട ചെണ്ടയടിക്കൂ നീലാണ്ട താളമടിക്കൂ പിള്ളാരെ താളമടിക്കൂ പിള്ളാരെ കുണ്ടാമണ്ടി പിള്ളാരെ ഇങ്ങനെ താളടിക്കുക താളമടിക്കൂ പിള്ളാരെ കുണ്ടാമണ്ടി പിള്ളാരെ ചെണ്ടയടിച്ചു നീലാണ്ടൻ താളമടിച്ചു പിള്ളാരും ഡും 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 ഡും
ഡും ഡും ഡും ഡും ഡും ഡും ഡും. ഇഷ്ടായോ? എന്തായാലും വിദ്യ തേടിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ ഒരു വലിയ ഉദ്യമത്തിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ടീച്ചർ നിർത്താണ്. എല്ലാവർക്കും നന്ദി. അടുത്തതായി ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും നായർ കൂട്ടായ്മയുടെ വകയായിട്ട് പഠനോപകരണ വിതരണമാണ്. അതിനുവേണ്ടി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കുമാരൻകുട്ടിയേട്ടൻ, ഉണ്ണിയേട്ടൻ, രാജേട്ടൻ, പ്രസാദേട്ടൻ, ഇങ്ങനെ അതിന് ചുമതലപ്പെട്ട എല്ലാവരെയും അതിനുവേണ്ടി ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പേരിൻ്റെ ഒരു നായകരുടെ പ്രസിഡന്റാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തോടുകൂടി കുറച്ച് പുസ്തകം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ പുസ്തകം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലെ ഓരോ ആൾക്കാർക്ക് കൊടുക്കാൻ ബാക്കി പ്രകടനത്തിന് വേണ്ടി ഈ സ്കൂളിന്റെ മാനേജർ ഗോപാലകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. LKG, UKG ഓരോ കുട്ടി 2, 3, 4 ഓരോ കുട്ടികൾ ഒരാൾ മതി
സംസാരിക്കാതിരിക്കണം. പറയുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ ലതാമണിയുടെ ആദരപൂർവ്വം എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് വരികയാണെന്ന് എല്ലാവരും ഇനി കളിയൊക്കെ കുറച്ച് മാറ്റി വെച്ച് നന്നായി പഠിക്കണം. നമുക്ക് നമ്മുടെ സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് അതിനൊരു ക്ലാസ് തന്നു. എല്ലാവരും ശ്രദ്ധിച്ചോ? അടുത്ത പ്രാവശ്യം നമുക്ക് LSS പരീക്ഷയ്ക്ക് ഇവിടുന്ന് കുട്ടികൾ ഉണ്ടാവണം വിജയിച്ചിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഈ പ്രവേശനോത്സവ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കും. അടുത്തതായിട്ട് നമ്മുടെ സ്കൂളിലെ മാനേജർ ഗോപാലകൃഷ്ണൻ അവർ, അതായത് നമ്മുടെ അപ്പോഴ് നമ്മുടെ 2 വാക്ക് സംസാരിക്കും. എല്ലാവരും അവിടെ ഇരിക്കും. മോനെ അവിടെ ഇരിക്കും. മോനെ ഇവിടെ ഇരിക്കും. എല്ലാവരും ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു പുതിയ വർഷത്തിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം. എനിക്ക് ഈ സമയത്ത് വാഴണം കവികൾ അതിനോട് ചെറിയൊരു കാര്യം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 50 മീറ്റർ റോഡ് ഇപ്പോഴും താഴ്ന്നാണ് കണക്കിട്ട് അന്ന് ചെയ്തൊന്ന് വളരെ ഉപകാരമായിരിക്കും. വണ്ടി വരുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പലരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ അവസരം അത് കൂടി ഉപയോഗിക്കുകയാണ്. സ്കൂളിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ പണികളും ഒരുവിധം ഞാൻ ചെയ്യുന്നുണ്ട്. അതിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ കൂടുതലുണ്ടെങ്കിൽ ഏത് രക്ഷിതാക്കളെന്ന് പറയാം. പറ്റുമെങ്കിൽ ഞാനത് ചെയ്ത് തീർക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ആശംസകളും നേരുന്നു. അടുത്തതായി നമ്മുടെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീ രാമണിക്കുട്ടിയായിട്ട് നമ്മളോട് 2 വാക്ക് സംസാരിക്കും. വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ വാർഡ് മെമ്പർ പ്രദേശം നമ്മുടെ പ്രധാനാധ്യാപിക, പിന്നെ ലതാമണിയാണ്, അപ്പോട്ടെ സ്കൂളിൻ്റെ മാനേജർ, പിന്നെ ബാക്കി വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാവരും വേദിയിലെ എല്ലാവർക്കും ഞാൻ
സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ വലിയ നന്ദി പ്രകാശിക്കുന്നു. ഈ സ്കൂളിൻ്റെ ഒരു ആയിരുന്നു ഞാൻ. 5ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത്. ഈ സ്കൂൾ സ്ഥാപിച്ച ആൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു അഭിമാനമാണ്. ഇന്ന് ഈ സ്കൂളിൽ മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ പഠിച്ച് 5ാം ക്ലാസ് വരെ തന്നു. 5 കഴിഞ്ഞ് 6th ഫോമിലാണ് ഹൈസ്കൂളിൽ പഠിച്ചത്. ആ ഒരു അഭിമാന വീക്ഷണമാണ് ഞാൻ എപ്പോഴും ഇവിടെ വരാറ്. അത് എന്നെ എന്നും നടന്നു നിൽക്കുന്നുണ്ട്. ആ ഒരു വരുമ്പോൾ ഈ അദ്ദേഹത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. 100 വർഷം കഴിഞ്ഞ ഒരു സ്കൂളാണിത്. അതിൽ എൻ്റെ ആവശ്യത്തിനാണ് ഇന്നത്തെ ഭൗതികതകളിൽ ഞാൻ പറഞ്ഞു ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞു 5 ക്ലാസ്സുണ്ട്. ബാക്കിയൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അങ്ങനെ ഇതിൽ സ്ഥാപിച്ച ആദ്യത്തെ മാഷ് എന്നെ പഠിപ്പിക്കുന്ന അഭിമാനം കൂടിയുണ്ട്. 5ാം ക്ലാസ്സിൽ 6ാണ് ഹൈസ്കൂളിൽ ചേർന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം. അത് കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ മാനേജർ, എൻ്റെ പ്രധാനാധ്യാപകര്, അതിൻ്റെ വിദ്യാർത്ഥികള്, എല്ലാ അധ്യാപകരും ഒരു കുടുംബം പോലെ ഈ സ്കൂളിനെ കൂട്ടുകാണുന്നു. നല്ല രീതിയിൽ പരിപാലിക്കുന്നതെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അത് കാണാനും അറിയാനും കൂടിയാണ് ഞാനിവിടെ വരാറുള്ളത്. അത് എനിക്ക് ഈ വേദി തന്നതിലും എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഈ സ്കൂളിന് സർവ്വവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള 10ാം ക്ലാസ്സിൽ A+ നേടി നല്ലൊരു വിജയം കൈവരിച്ച ഗീതു കൃഷ്ണ, മൂർഷിദ തസ്നി അവർക്ക് ഈ വിദ്യാലയത്തിൻ്റെ വകയായിട്ട് ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. അവരെ ആദരപൂർവ്വം ഉപഹാരം മേടിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഗീതു കൃഷ്ണ ഉപഹാരം നൽകുന്നതിന് വേണ്ടി 8ാം വാർഡ് മെമ്പർ കബീർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും കയ്യട്ടെ. മുർഷിദ തസ്നിക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി 6ാം വാർഡ് മെമ്പറായിട്ടുള്ള ലതാമണികണ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി പിന്നെ LKG UKG കുട്ടികൾ എല്ലാവരും ഒരു LKG UKG കുട്ടികൾ പുതിയതായിട്ട് ചേർന്നവരെ LKG LKGയിലേക്ക് വന്ന പുതിയ കുട്ടികൾ
വിനീതമായ നമസ്കാരം. എത്ര നേരം ഓക്കെ, വളരെ നേരത്തെ നമ്മുടെ ടീച്ചർ സൂചിപ്പിച്ചു, ഈ സ്കൂളിൽ തന്നെ പഠിച്ച് നിങ്ങളെ പോലെ വളർന്ന് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ ഒരു കലാകാരൻ്റെ വേഷം നിന്ന് നമ്മുടെ മുന്നിലെത്തുകയാണ്. പ്രശാന്തേട്ടൻ, നല്ലൊരു കയ്യിൽ കൊടുക്കാം പ്രശാന്തേട്ടന്. അറിയോ പ്രശാന്തേട്ടനെ? അറിയോ? എല്ലാവർക്കും അറിയോ? ഈ ലോകം കണ്ടിട്ടുണ്ടോ? ആ, സന്തോഷം. അപ്പോൾ എന്തായാലും കുറച്ച് പാട്ടുകളും ഡാൻസുകളും മിമിക്രിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം അടിച്ചു കൊടുക്കാം അല്ലേ? പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടാറിയുന്നവരുള്ളതിൽ ഇദ്ദേഹമൊക്കെ ഒരുമിച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സ്റ്റാർ വോയിസ് പട്ടാമ്പി എന്ന പേരിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും പ്രശാന്തേട്ടൻ്റെ കുറച്ച് പരിപാടികളൊക്കെ